ഹലോ. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കുറേ ആയി ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മന്തൊക്കെ ആയിട്ടുണ്ടാവും. ആകെ ഒരു 3-4 ഷോർട്സ് മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. അതിനും വ്യൂസൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ചെറിയ ചെറിയ എന്താ പറയുക ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ ഇരുന്നിട്ടിരുന്നത്. പിന്നെ ഞാൻ ഒന്നും കൂടെ നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ സ്റ്റോപ്പായത്. പക്ഷെ കുറേ പ്ലാൻ ചെയ്തു, കുറേ വീഡിയോസ് എടുക്കാനുള്ള ഐഡിയാസ് ഉണ്ട്. പക്ഷെ വീഡിയോ ചിലതൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഭംഗിയിലൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് ഇടാനുള്ള മൂഡ് പോകും. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ തന്നെ എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 മന്തായി. എഡിറ്റ് ചെയ്തിട്ടൊരു 2 വീക്സൊക്കെ ആയിട്ടുണ്ടാകും. ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി എന്തായാലും എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു കാലിഗ്രഫിയാണ്. കാലിഗ്രഫി പറഞ്ഞാൽ വലിയ കാലിഗ്രഫി ഒന്നുമല്ല, ഒരു സിമ്പിൾ കാലിഗ്രഫി, ബട്ട് ലുക്ക് ലൈക്ക് ഹംബിൾ. ഓക്കെ, അതായത് ഒരു 3 വലിയ ക്യാൻവാസ് ബോർഡിലാണ് ചെയ്യുന്നത്. ഐ തിങ്ക് ക്യാൻവാസ് ബോർഡിൻ്റെ സൈസ് 40-60 സൈസുള്ള 3 സെയിം ക്യാൻവാസ് ബോർഡാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് നമ്മൾ കാലിഗ്രഫി വരുന്നത്. അപ്പോൾ അവിടെ മാത്രം സ്പേസ് ഒഴിച്ചിട്ടിട്ട് അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തു. ജസ്റ്റ് ഒരു ബ്രൗണ്, വൈറ്റ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷനിൽ നമ്മുടെ ഇതിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ബ്രഷ് പെയിൻറ്റിൽ മുക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് വന്നു. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു ഭംഗിയൊന്നും കിട്ടിയിട്ടില്ല. ഒന്നും കൂടെ ഒരു കളർഫുള്ളൊക്കെ ആവുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവും. ബട്ട് നമ്മൾ പെയിൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വാളിൻ്റെ കളറും കൂടെ ശ്രദ്ധിക്കണം. അതിനോട് സ്യൂട്ടബിളായിട്ടുള്ള കളറായിരിക്കണം നമ്മുടെ പെയിൻറ്റ്. അപ്പോൾ വാളിൽ വരുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. കാരണം ഇത്രയും വലിയ ക്യാൻവാസ് ബോർഡാണ്, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ്. അപ്പോൾ കൊളാക്കരുതല്ലോ. വല്ലാണ്ട് കൊളായിട്ടില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വർക്കൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള 3 വേർഡ്സാണ് കാലിഗ്രഫി ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. സൊബർ, തവക്കുൽ ആൻഡ് ഷുക്കർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് താഴെ. ഇംഗ്ലീഷൊന്നും പെർഫെക്റ്റായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. പിന്നെ അറബിക്കാണെങ്കിലും പെർഫെക്റ്റ് വേ ഓഫ് കാലിഗ്രഫിയിലൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി പെയിൻറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ബട്ട് നല്ല കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാലിഗ്രഫിയാണ്, ബട്ട് കാണുമ്പോൾ നമുക്കൊരു റിച്ച് ലുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. പക്ഷെ പെയിൻറ്റ് സെലക്ട് ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ ആ റൗണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് 2-3 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് ബ്രൗണ്, പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് വെച്ചിട്ട് അങ്ങനെയൊക്കെ. വേണമെങ്കിൽ ഒന്നും കൂടി ഗോൾഡൻ മെറ്റാലിക് കളർ വെച്ചിട്ടോ സിൽവർ മെറ്റാലിക് കളർ വെച്ചിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല. ബട്ട് വല്ലാതെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇത് വാളിൽ ഹാങ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക.